ഹായ്, കുവൈറ്റിലുള്ള നമ്മുടെ കിച്ചൺ ടൂർ കണ്ടാലോ? ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലാറ്റിലെ വളരെ ചെറിയൊരു കിച്ചൺ. കയറി വരുമ്പം തന്നെ ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവർക്കറിയാം, ഇവിടുത്തെ കിച്ചണിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഒരു സിങ്കും ആ ഒരു ക്യാബിനറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഈ കാണുന്ന മാർബിൾ കൗണ്ടർ ടോപ്സ് ആണെങ്കിലും ഷെൽഫ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ ഒരു സൈഡിൽ ഒരു കൗണ്ടർ ടോപ്പ് ഒരു മാർബിൾ പീസ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റും ഓയിലെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു മാർബിൾ പീസ് നമ്മൾ പഴയ ഫ്ലാറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ലെങ്ത്തിന് നമുക്ക് അഡ്ജസ്റ്റായി കിട്ടിയിട്ടില്ല. പിന്നെ താഴെ ഇങ്ങനെ ഒരു ചെറിയൊരു പഴയ കാലത്തൊക്കെ ഉണ്ടാകുന്ന മഞ്ചയൊക്കെ പോലത്തെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ഒരു റാക്കും പിന്നെ ഗ്യാസും പിന്നെ വാഷിംഗ് മെഷീനും ഉണ്ട്. ആ വാഷിംഗ് മെഷീൻ്റെ മേലേക്കും കൂടെ ആ മാർബിൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവുമായിരുന്നു. പിന്നെ എല്ലാം പാത്രം വെക്കുന്നതാണ്. ഈ കാണുന്ന ബ്രൗൺ ഷെൽഫ് ഉണ്ടല്ലോ, ഈ സിങ്കിൻ്റെ മേലെയുള്ള ഇത് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങി ഫിക്സ് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ടീ ഷുഗർ കോഫി എല്ലാം വെക്കുന്ന ബോക്സിൻ്റെ റൈസ് ബോക്സ്, കെറ്റിൽ, ബ്ലെൻഡർ അങ്ങനെ കുറച്ച് സാധനമാണ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നാട്ടിലെ കിച്ചൺ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷേ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഷെയറിംഗ് ആയിട്ടും ബെഡ് സ്പേസിലൊക്കെയാണ് നിൽക്കുന്നത്. ഷെയറിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് റൂം മാത്രമേ ഉണ്ടാവും, ബാക്കി കിച്ചണും ബാത്റൂമും ഒക്കെ ഷെയറിംഗ് ആയിരിക്കും. അതെല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു 1 BHK ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതിന് നമുക്ക് സ്വന്തമായിട്ടൊരു കിച്ചൺ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 2 BHK 3 BHK ഒക്കെ എടുക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള കിച്ചൺസ് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ചെറിയൊരു കിച്ചൺ. താഴത്തെ ക്യാബിനറ്റിൽ ഞാൻ എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ അധികം പാത്രങ്ങളൊന്നുമില്ല. ഈ ക്യാബിനറ്റ്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങി ഫിക്സ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പൊട്ടിച്ച് വെച്ച കുറച്ച് പാക്കറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്കാക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, താഴത്തെ തട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ബാക്കിയൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലൊരു ഷെൽഫുണ്ട്, അതിലും ഇതേപോലെ കുറച്ച് പാത്രങ്ങളും, അതായത് നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, കുറച്ച് എക്സ്ട്രാ ഗ്ലാസസ്, മിക്സിൻ്റെ ജാർസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിനും ഓരോ കുപ്പി പാത്രം അതൊന്നും അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ചെറിയ മസാല ബോക്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ കുറേ ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു സ്പൈസ് ബോക്സും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് റൂം ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എല്ലാ ഐറ്റംസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ നിന്ന് കിച്ചണിൽ നിന്നാണെങ്കിലും കാണുന്ന വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ വെച്ച് കുക്ക് ചെയ്യാൻ നല്ല രസമാണ്. പകൽ കുറച്ച് നന്നായിട്ട് വെയിലടിക്കും, ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട്. രാത്രി പക്ഷേ നല്ല ഭംഗിയാണ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമാണ്, നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളൊരു കുഞ്ഞു കിച്ചൺ.